നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരുന്നു സൗണ്ട് എന്ന ചാപ്റ്ററിൽ അല്ലേ? അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കാം. The first one, frequency of a simple pendulum is 1 Hz. What is its period? എന്താ തന്നിട്ടുള്ളത്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? യെസ്, എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് എത്രയാണ്? 1 Hz ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് കണ്ടുപിടിക്കണം, ഓർ പീരീഡ് കണ്ടുപിടിക്കണം. നമ്മൾ ടി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക അല്ലെ? ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് പീരീഡിനെ ഡിനോട്ട് ചെയ്യുക. എന്താണ് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ? എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ റിലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, 1/t. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ടി എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടി കണ്ടുപിടിക്കാം കേട്ടോ. ടി എന്ന് പറഞ്ഞാൽ 1/f ആണ്. ഓക്കെ, അപ്പൊ ടി ഇസ് ഈക്വൽ ടു 1/f. എത്രയാ? 1. ആൻസർ കിട്ടിയില്ലേ? 1. എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? ടൈം ആണല്ലേ? അല്ല, പീരീഡ് ആണ്. അത് ടൈം അല്ലേ? 1 സെക്കൻഡ്, അതാണ് യൂണിറ്റ് വരിക. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഇഫ് എ പെൻഡുലം takes 0.5 seconds to complete one oscillation, what is its frequency? അതായത് ഒരു പെൻഡുലം 0.5 സെക്കൻഡ് കൊണ്ട് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ്. എന്താണ് ഇതിന്റെ മീനിങ്? എന്താ അവർ തന്നിട്ടുള്ളത്? ഈ 0.5 സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമാണ്. അതായത് ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ്. ഓക്കെ, പീരീഡ് ആണ് 0.5 സെക്കൻഡ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് പീരീഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ ആണ്. അത് തന്നെയാണ് അവിടെ ക്വസ്റ്റ്യനിലും തന്നിട്ടുള്ളത്, 0.5 സെക്കൻഡ്. അപ്പൊ അതാണ് ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ടി. ഫ്രീക്വൻസി എന്താണ്? റിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, F is equal to 1/t. സോ 1/, ഇതെന്താ? 0.5 എന്ന് പറയുന്നത് അരയാണല്ലേ? അര 1/2 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ 1/1/2 എത്രയാ? 2 ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അപ്പൊ യൂണിറ്റ് ഹെർട്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A tuning fork of frequency 512 Hz. അപ്പൊ ഫ്രീക്വൻസി 512 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് is excited and its stem is pressed on a table. അത് എക്സൈറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റെം ഒരു ടേബിളിൽ കൊണ്ടുവച്ചു. Does the table vibrate in this situation? ടേബിൾ വൈബ്രേറ്റ് ചെയ്യില്ലേ? യെസ്, ടേബിൾ വൈബ്രേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ നോൺ ആസ്? അപ്പൊ എന്താണ് ഈ ഫിനോമിനൻ നമ്മൾ പറയാം? ഇവിടെ ടേബിളിന്റെ മുകളിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്കിനെ കൊണ്ടുവച്ചിട്ട് ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ 3 പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.